ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ അവൻ്റെ ഒരു ചെരുപ്പ് അവനെ എറിഞ്ഞു കളിച്ചു, അവിടെയെല്ലാം മറച്ചിരുന്നതാണ്. പക്ഷെ അവൻ അതിൻ്റെ മേളിൽ കൂടെ ആ ഗ്യാപ്പിൽ കൂടെ അവൻ അവിടെ ഇറങ്ങിയതാണ് കാരണം. എന്നിട്ട് ലൈൻ ടച്ച് ചെയ്തത്, ലൈൻ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല, ലൈൻ പോകുന്ന രീതിയില്ല, ലൈൻ പുറത്തോട്ടാണ് പോകുന്നത്. ലൈൻ എന്തായാലും സ്കൂളിന്റെ മുകളിലൂടെ അല്ല, സ്കൂളിന്റെ മുകളിലൂടെ അല്ലേ പോകാൻ പറ്റില്ല, സ്കൂളിലേക്ക് ആവശ്യമുള്ള ലൈൻ ആണല്ലോ. കുട്ടികളാകുമ്പോൾ മരത്ത് കയറും, ഓടിന്റെ മണ്ടക്ക് വലിഞ്ഞു കയറും. പ്രത്യേകിച്ച് ഇത്ര സൗകര്യമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഷീറ്റിന്റെ മേലെ കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് ഒരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റിനും തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുന്ന കേരളക്കരക്കുള്ള മൊത്തത്തിലുള്ള മറുപടിയാണ് ആ ചേട്ടൻ പറഞ്ഞത്. കേട്ടില്ലേ? അവനോട് ഇറങ്ങി അത് എടുക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് അവൻ കമ്പി കൈതട്ടി. ഇതാണ് സംഭവിച്ചത്, അല്ലാതെ മറ്റനാസകളൊന്നും അല്ല. അതാണ് എൻ്റെ സത്യം. അവനോട് ഇറങ്ങി അത് എടുക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് അവൻ കമ്പി കൈതട്ടി. ഇതാണ് സംഭവിച്ചത്, അല്ലാതെ മറ്റനാസകളൊന്നും അല്ല. അതാണ് എൻ്റെ സത്യം. വിഷയമൊന്നും ചെറുതായിട്ട് ആ കുട്ടിയൊന്നും മരിച്ച്. ചേട്ടൻ പറഞ്ഞതിനോടാണ് ഞങ്ങൾ യോജിക്കുന്നത്. അതാ ചെക്കൻ്റെ തെറ്റാണ്. ആ ഭാഗം മൊത്തത്തിൽ ഗ്രിൽസ് ഇട്ടേ കാണാം. ഒരു കാരണവശാലും അങ്ങോട്ട് കുട്ടികൾക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ഇപ്പം ചിത്രങ്ങളിൽ ആ ഗ്രിൽസ് കാണാത്തത് ആ ഗ്രിൽസ് ഇട്ട ഭാഗമൊക്കെ ആ മരണപ്പെട്ട പയ്യൻ ഗ്രൈൻഡർ കൊടുന്ന് കട്ട് ചെയ്തതാണ്. ആ ബെഞ്ചിലും കയറിയിട്ട് എത്താഞ്ഞിട്ട് ഒരു കോണി വെച്ചിട്ടാണ് അവൻ ആ കമ്പി തൂങ്ങിയത്. പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് എന്ത് ചെയ്യാനാണ്? പിന്നെ കേട്ടത് ഈ ലൈനിന്റെ അപകടാവസ്ഥ KSEBിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ അവർ നടപടി എടുത്തില്ല. KSEBക്കാരെ അവിടെ ചുമ്മാ ഇരിക്കില്ല, അവർക്ക് പിടിപ്പത് പണിയുണ്ട്. രാവിലെ ഓഫീസ് വരണം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, വൈകിട്ട് വീട്ടിൽ പോകണം, മാസാമാസം കറക്റ്റ് ശമ്പളം വാങ്ങണം. നാട്ടുകാരെ കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. ആ KSEBക്കാരോട് പറഞ്ഞിട്ട് ആ ലൈനൊന്ന് ഓഫാക്കി തരാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ തിരക്കിനിടയിലും അവരത് ഓഫാക്കി തരുമായിരുന്നു. ആ ഷീറ്റിന്റെ മേലെ കയറിയിട്ട് ഒരു പൈപ്പ് നടു കീറിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിനും KSEBിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഷ്ടം. മുഹമ്മദ് ഷാ ആണ് മരിച്ചത്. മലപ്പുറത്ത് പൊട്ടി വീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചിരിക്കുന്നു. മങ്ങാട്ട് മുഹമ്മദ് ഷാ ആണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെയാണ് ഈ അപകടം നടക്കുന്നത്. ലൈൻ പൊട്ടി വീണത് അറിയാതെ അതിൽ തട്ടിയപ്പോൾ ഷോക്കേൽക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ